നമസ്കാരം. ഇന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിക്കലാശം നടക്കുകയാണ് കേരളത്തിൽ. ഇന്ന് 7 മണിയോടുകൂടി എല്ലാ സ്ഥലത്തും ശബ്ദ കോലാഹലങ്ങൾ അവസാനിക്കും. പിന്നെ നാളെ ഒരു ദിവസം മാത്രമാണുള്ളത്. ഈ സന്ദർഭത്തിൽ ഒരാൾക്കും ഒന്നും പരസ്യമായി പറയാനുള്ള അവസരം ലഭിക്കില്ല. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ കേരളത്തിലെ UDF നേതാക്കന്മാർക്കെതിരെ, പ്രത്യേകിച്ചും കേരളത്തിലെ മുൻനിരയിൽ നിൽക്കുന്ന UDF നേതാക്കന്മാർക്കെതിരെ ചില അവിഹിത കഥകളുമായിട്ട് ചില സ്ത്രീകളെ വിലക്കെടുത്ത്, കുട്ടികളെ വിലക്കെടുത്ത് രംഗത്തിറക്കാനും പത്രസമ്മേളനം നടത്താനും അല്ലെങ്കിൽ വീഡിയോ നേരത്തെ എടുത്തു വെച്ച് പ്രക്ഷേപണം ചെയ്യാനും ചില ചാനലുകൾ തയ്യാറായി നിൽക്കുന്നു എന്നുള്ള വിവരമാണ് ക്രൈമിന് കിട്ടിയിട്ടുള്ളത്. അതായത് പിണറായി വിജയൻ്റെ അവസാനത്തെ കളി, കേരളം ഇത്തവണത്തെ ഇലക്ഷനിൽ 100-ൽ പരം സീറ്റുകളോടെ തോൽക്കുമെന്ന് CPM-ൻ്റെ രഹസ്യ റിപ്പോർട്ട് തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. അതും CPM കേന്ദ്രങ്ങളിൽ നിന്നാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് മലബാർ മേഖലയിൽ മൊത്തം 45, അതായത് മലബാർ മേഖല എന്ന് പറയുന്നത് പാലക്കാട് വരെയുള്ള മേഖലയിൽ 45-60 സീറ്റിൽ 45 സീറ്റും UDF നേടിയെടുക്കുമെന്നുള്ള വലിയൊരു കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത്. അതേപോലെ മൊത്തം സീറ്റ് 103 സീറ്റിൽ മേലെ UDF വിജയിക്കുമെന്നുള്ള കൃത്യമായ കണക്കാണ് വന്നിരിക്കുന്നത്. അവസാന ബോംബ് ഇന്ന് രാവിലെ പൊട്ടുകയുണ്ടായി. 483 പേരെ കൊല ചെയ്ത 2018 പ്രളയം ക്രിയേറ്റഡ് ആണെന്നും അതുവഴി 300 കോടി രൂപയുടെ കച്ചവടം അന്ന് മാത്യു ടി തോമസും പിണറായി വിജയനും അടക്കമുള്ള നേതാക്കൾ നടത്തിയെന്നും മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ഒരു ശബ്ദ സംഭാഷണമാണ് ഇന്ന് മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടത്. അതേപോലെ കണ്ണൂർ, കാസർഗോഡ് ഭാഗങ്ങളിൽ വ്യാപകമായ രൂപത്തിൽ പരാജയ ഭീതി കാരണം UDF നേതാക്കന്മാരെ, സ്ഥാനാർത്ഥികളെ അടക്കം അടിച്ചു വീഴ്ത്തുന്നു. അവരെല്ലാം ഹോസ്പിറ്റലാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അതിലേറ്റവും സന്ദീപ് വാര്യർ നില മുതൽ ഹോസ്പിറ്റലാണ്. ഇങ്ങനെയുള്ള എല്ലാ സ്ഥലത്തും ഒരേപോലെ UDF മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ, എല്ലാ തരത്തിലും ശക്തമായി തകർന്നുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ അവസാനം അമിത്ഷായുമായി ധാരണയായി 130 സീറ്റുകളിൽ CPM-ന് വോട്ട് ചെയ്യാൻ വേണ്ടി BJP-യുമായി ധാരണ ഉണ്ടാക്കിയിരിക്കുന്ന കഥയാണ് പുറത്തു വന്നിരിക്കുന്നത്. 10 സീറ്റുകളിൽ BJP-യെ വിജയിപ്പിക്കാനുമുള്ള ധാരണയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതുകൊണ്ടൊന്നും തന്നെ UDF-നെ പരാജയപ്പെടുത്താൻ പറ്റാത്ത വിധത്തിൽ കേരളത്തിൽ വ്യാപകമായ രൂപത്തിൽ പിണറായി വിജയനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്നതിലുപരി പിണറായി വിരുദ്ധ വികാരം ആഞ്ഞടിക്കുകയാണ്. പിണറായി വിജയന്റെ അഴിമതി കഥകൾ എല്ലാ മേഖലകളിലും ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതോടെ പിണറായി വിജയൻ ആയിരക്കണക്കിന് കോടി രൂപ ചെലവഴിച്ച് ചെയ്ത പബ്ലിസിറ്റി ഒന്നും തന്നെ ഏറ്റില്ല എന്നുള്ളതാണ് സത്യം. നരേന്ദ്രമോദി വന്നിട്ട് ഇവിടെ മാക്സിമം പോയാൽ 2 സീറ്റിൽ വിജയിക്കാമെന്നുള്ള പ്രതീക്ഷ മാത്രമാണ് BJP-ക്കുള്ളത്. എല്ലാ മേഖലകളിലും ജനങ്ങൾ UDF-ന് വോട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നു എന്നുള്ള കണ്ടീഷൻ നിൽക്കുമ്പോൾ അതൊന്ന് പൊളിക്കാൻ വേണ്ടി മുമ്പ് ഉമ്മൻചാണ്ടിക്കെതിരെ സരിത നായരെ കൊണ്ടുവന്ന മാതിരി ഇപ്പോൾ പ്രമുഖ UDF നേതാക്കന്മാർക്കെതിരെ ചില സ്ത്രീകളെ കൊണ്ട് പൈസ കൊടുത്ത് കൃത്യമായി അവിഹിത കഥകൾ പറയാനും അങ്ങനെ അതിൽ കുട്ടികളുണ്ടെന്ന് കാണിച്ച് കുട്ടികളെയും കൊണ്ട് ഇതേപോലെ കഥകൾ ഉണ്ടാക്കാനുമുള്ള പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അത് VD സതീശനാണോ, അല്ല രമേശ് ചെന്നിത്തലയാണോ, അല്ല മാത്യു കുഴൽനാടനാണോ എന്നറിയില്ല. അതുപോലെയുള്ള പല നേതാക്കന്മാർക്കെതിരെയും ഒരേപോലെ കേരളത്തിൽ ഒരേ സമയത്ത് ഇത്തരം കഥകളുമായി, വ്യഭിചാര കഥകളുമായി അല്ലെങ്കിൽ ലൈംഗികാരോപണ കഥകളുമായി മുമ്പ് ഉമ്മൻചാണ്ടിയെ വീഴ്ത്തിയ പോലെ നശിപ്പിക്കാനുള്ള പ്ലാനും പ്രവർത്തനവുമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, രേവന്ത് റെഡ്ഡിയോട് ഡാഷ് മോനെ എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ പറഞ്ഞതിൻ്റെ അർത്ഥം പിണറായി വിജയന് വിറളി പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഡാഷ് മോനെ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റാത്ത വാക്കുകൾ പലതുണ്ട്. നമുക്ക് ഈ ചാനലിൽ കൂടി പറയാൻ പറ്റാത്ത വാക്കുകളാണ് ഉള്ളത്. ഡാഷ് മോനെ എന്ന് പറഞ്ഞാൽ അവിടെ നായിൻ്റെ മോനെ എന്നാവാം, കൊലയാടി മോനെ എന്നാവാം, അല്ലെങ്കിൽ അതിലപ്പുറമുള്ള പച്ചത്തെറിയാകാം. എന്നാൽ അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ആളാണ് പിണറായി വിജയൻ ഇന്ന് പരസ്യമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു. അത്രയും ഏത് തരത്തിലും വിറളി പിടിച്ചിരിക്കുകയാണ് പിണറായി വിജയന്. നിക്കക്കളിയില്ലാതെ ഇരിക്കുകയാണ്. എന്തിന് എൻ്റെ പാട്ട് തന്നെ, പാരഡി ഗാനം തന്നെ, ആർക്കും ഉപദ്രവമില്ലാത്ത പാരഡി ഗാനം വിമർശിച്ചതിന്റെ പേരിൽ എൻ്റെ പാരഡി ഗാനം നിരോധിച്ച ആളാണ് പിണറായി വിജയൻ. പിന്നെ എന്ത് ചെയ്യും? അപ്പൊ എന്തായാലും പിണറായി വിജയൻ മാനസിക നില തെറ്റിയിരിക്കുന്നു, ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. എന്തിന്? ധർമ്മടത്ത് വലിയ കുതിപ്പാണ് ഇപ്പോൾ UDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള റഷീദ് എന്ന് പറയുന്ന പുതിയ ഒരു സ്ഥാനാർത്ഥി അവിടെ ഗ്രാമങ്ങളിൽ അടക്കം
പാർട്ടി ഗ്രാമങ്ങളിലടക്കം ചലനമുണ്ടാക്കിയിരിക്കുന്നു. അവസാന ഘട്ടമാകുമ്പോൾ പിണറായി വിജയൻ ഇടറി വീഴും എന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത്. എന്തിന്, ധർമ്മടത്ത് മാത്രമല്ല, തളിപ്പറമ്പിലും പയ്യന്നൂരിലും തലശ്ശേരിയിലടക്കം വലിയ കുതിപ്പാണ് UDF ഉണ്ടാക്കുന്നത്. മാത്രമല്ല ഇന്ന് ഷാഫി പറമ്പിൽ ധർമ്മടത്ത് ഇറങ്ങിയോടുകൂടി അവിടെ അപൂർവതപൂർവമായ ജനപ്രളയമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്നലെ നമുക്കറിയാം ബേപ്പൂരിൽ അർദ്ധരാത്രി 1:30 മണിക്ക് PV അൻവറോടൊപ്പം ഷാഫി പറമ്പിലിനെ കാത്തു നിന്നത് ആയിരക്കണക്കിന് UDF പ്രവർത്തകരാണ്. പേരാമ്പ്രയിൽ അടക്കം വർഗീയ വിദ്വേഷം പുലർത്തുന്ന പ്രചരണം LDF അഴിച്ചുവിട്ടെങ്കിലും ഒരു മണ്ണാങ്ക് അവിടെ അതെല്ലാം തിരിച്ച് അടി കിട്ടുകയാണ് LDFന് കിട്ടിയിട്ടുള്ളത്. LDF നടത്തുന്ന പ്രചരണങ്ങളെല്ലാം എല്ലാ തരത്തിലും പൊട്ടിത്തകർന്നിരിക്കുന്നു. ഏകദേശം 3000 കോടി രൂപയാണ് LDF ഇവിടെ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. 3000 കോടി രൂപയുടെ പ്രചരണം. പിണറായി വിജയനെതിരുള്ള ലാവ്ലിംഗ് കേസ്, അതേപോലെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, ഡോളർ കടത്ത് കേസ്, അതേപോലെ കരിമണൽ കടത്തയുടെ കേസ്, അതേപോലെ തന്നെ ലൈഫ് മിഷൻ തട്ടിപ്പ്, ഇതൊക്കെ ഉണ്ടായിട്ടും പിണറായി വിജയനെ സംരക്ഷിക്കുന്ന നിലപാടാണ് കേന്ദ്രത്തിനുള്ളതിന്. കാരണം പിണറായി വിജയനെ വെച്ച് BJP വളർത്താനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ്. അത് ഇത്തവണയും കൂടെ പരാജയപ്പെട്ടാൽ പിണറായി വിജയനെ പിടിച്ച് അകത്താക്കാൻ മുൻകൈ എടുക്കുന്ന ആരായിരിക്കും? നരേന്ദ്രമോദിയും അതേപോലെ അമിത്ഷാ ആയിരിക്കും. ഇതൊക്കെ അറിയുന്ന പിണറായി വിജയൻ എങ്ങനെയെങ്കിലും തിരിച്ചു വന്നില്ലെങ്കിൽ താൻ കുടുംബസമേതം ജയിലിലാകുമെന്ന് മനസ്സിലാക്കി അവസാന തടവ് പ്രയോഗിക്കുകയാണ്. കേരളത്തിലെ UDF നേതാക്കന്മാർക്കെതിരെ ഇന്ന് 7 മണിക്ക് ശേഷം വലിയ ഡാമേജ് ഉണ്ടാക്കുന്ന തരത്തിൽ, അപകീർത്തി ഉണ്ടാക്കുന്ന തരത്തിൽ ചില സ്ത്രീകളെ കൊണ്ടുവന്ന് അതിൽ കുട്ടികളുണ്ടെന്ന് കാണിച്ച് അവരെ കൊണ്ട് പത്രസമ്മേളനം നടത്തിച്ച് വലിയ തോതിൽ ഡാമേജ് ഉണ്ടാക്കാനുള്ള തന്ത്രങ്ങളാണ് പിണറായി വിജയൻ പയറ്റുന്നത് എന്നുള്ള വിശ്വസനീയമായ ചില കാര്യങ്ങൾ ക്രൈമിന് കിട്ടിയതാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. നമുക്ക് 7 മണിക്ക് കാത്തു നിൽക്കാം. ചിലപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ആ പരിപാടി നിർത്താതെ തൽക്കാലം മിണ്ടാതെ മാറി നിൽക്കുന്നുണ്ടാകാം. നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.